PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വെച്ചിട്ടാണ് നിർത്തിയത്? എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പോൾ എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ് ആയിരുന്നു കഴിഞ്ഞൊരു ക്ലാസ്. ദെൻ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തന്നത്. എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാത്സ് ഒട്ടും അറിയാത്തവർക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും മാത്സ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു വിഷയമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്താണെങ്കിലും അത് നമ്മളെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഒട്ടും അറിയാത്തവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബേസിക് മുതൽ ചെറിയ പ്രോബ്ലംസ് മുതൽ അങ്ങോട്ട് ചെയ്തു പോകാം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക? ഇപ്പം നമുക്കൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിൻ്റെ രൂപത്തിൽ എങ്ങനെ എഴുതണം എന്ന് പോലും അറിയാത്തവരുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളവർ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു സംഖ്യയിൽ നിന്ന് 126 കുറച്ചപ്പോൾ 178 കിട്ടി. സംഖ്യ എത്രയാണ്? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം തരുന്ന സമയത്ത് നമ്മളിത് എക്സ് ഇട്ടിട്ട് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെയും മനസ്സിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇനി നമ്മൾ എക്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ ചോദ്യം നന്നായിട്ടൊന്ന് വായിക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു സംഖ്യയിൽ നിന്ന്, ഒരു സംഖ്യ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏത് സംഖ്യ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ അറിയാത്ത ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ആ അറിയാത്ത സംഖ്യയെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് ഈ എക്സ് എന്ന് പറയുന്നത്. അല്ലാതെ എക്സിൽ വേറെ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു സംഖ്യ എന്ന് പറഞ്ഞു തരുമ്പോൾ ആ സംഖ്യ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല, അല്ലേ? അപ്പോൾ അറിയാത്തൊരു കാര്യത്തെ നമ്മൾ തൽക്കാലം എക്സ് ആണെന്ന് വിചാരിക്കുന്നു. വേറെ ഏത് ലെറ്ററാണ് വൈ ആണെങ്കിലും നമുക്ക് എടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം എക്സ് എന്ന് എടുത്തു, അല്ലേ? അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന്, ആ ഒരു സംഖ്യ എക്സ് ആണ്. അപ്പോൾ ഈ എക്സ് ആണ് ഇനി നമ്മൾ പറയുന്നത്, അല്ലേ? ഒരു സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന്, അതായത് എക്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 126 കുറച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിത് എങ്ങനെയാണ് എഴുതുന്നത് നോക്കിക്കോ. ഒരു സംഖ്യയിൽ നിന്ന്, സംഖ്യ അറിയില്ല, അപ്പോൾ സംഖ്യ എക്സ് ആയിട്ട് എടുത്തു. ഇനി 126 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 126 എന്ന് എഴുതി. ഇനി കുറച്ചപ്പോൾ, ഈ സംഖ്യയിൽ നിന്ന് 126 കുറച്ചപ്പോൾ, അപ്പോൾ കുറയ്ക്കുന്നതിൻ്റെ സൈൻ ഇട്ട് കൊടുത്തു. മനസ്സിലായോ? എക്സ് ഒരു സംഖ്യയിൽ നിന്നും
126 കുറച്ചപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറയ്ക്കുന്നതിന് സൈൻ ഇട്ടു. എന്ത് കിട്ടി? 178 കിട്ടി. അപ്പോൾ നമുക്ക് ഉത്തരം 178 കിട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് സമം അല്ലേ, ഈക്വൽ എന്നുള്ള സൈനാണ് നമ്മൾ ഇടേണ്ടത്. 178 ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത് എക്സിൻ്റെ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന്, സംഖ്യ ഏതാണെന്ന് അറിയില്ല, അപ്പോൾ നമ്മൾ എന്തെടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ആ സംഖ്യയിൽ നിന്ന് 126 കുറച്ചപ്പോൾ -126, 178 കിട്ടി, സമം 178. ഒരു ഇക്വേഷൻ ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സംഖ്യ എത്ര? അപ്പോൾ ഈ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ എക്സ് കണ്ടുപിടിക്കുന്ന എല്ലാ പ്രോബ്ലത്തിനും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനെ ഒരു സൈഡിൽ നിർത്താം. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം എക്സിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് നമ്പേഴ്സിനെ ഒക്കെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാം. ഈക്വൽ സൈൻ ഉണ്ടല്ലോ, ഈക്വൽ സൈനിൻ്റെ ഒരു സൈഡിൽ എക്സും ബാക്കിയുള്ള സൈഡിലോട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള സംഖ്യകളെല്ലാം കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതാണ് നമ്മൾ എല്ലാ പ്രോബ്ലത്തിനും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? എക്സിനെ ഇവിടെ നിർത്തണം അല്ലേ. അപ്പോൾ എക്സിനെ നമ്മൾ ഇവിടെ നിർത്തി. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഇനി ഈ പറയുന്ന കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ കാണണം. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയും ഈക്വൽ സൈനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചിഹ്നങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരിക എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എക്സ് ഇവിടെയുണ്ട്, എക്സിനെ ഇവിടെ നിർത്തി. ഇനി ഈക്വൽ സൈൻ ഉണ്ടല്ലോ, അത് അവിടെയുണ്ട്. ഈ 178 ഇവിടെയുണ്ട്, കാരണം അത് അപ്പുറത്താണ്, ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് കിടക്കുവാണ്, അത് അവിടെ തന്നെ കിടന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യണം? എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഉള്ളതിനേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ എന്താണുള്ളത്? -126 ആണ് അല്ലേ. അത് ഈക്വൽ സൈനിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ -126 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ +126 ആയിട്ട് മാറും. ഈക്വൽ സൈനിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആവും, ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും, ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാവും. നമ്മൾ പഠിച്ചതാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ ഈക്വൽ സൈൻ ഇവിടെ ഉണ്ട്, 178 ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഈ -126 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? +126 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു 178 + 126. എന്ത് ചെയ്യുക? നമുക്ക് ആഡ് ചെയ്താൽ മതി, സുഖമായിട്ട് ആഡ് ചെയ്യാലോ. 8ഉം 6ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14, ഒന്ന് ബാലൻസ് ഉണ്ട്. 7ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9, ആ ഒരു ബാലൻസും കൂടെ ചേർക്കുമ്പോൾ 10. 10ന് എന്തെഴുതും? 0. ഒന്ന് ബാലൻസ് ഉണ്ട്, ആ 1ഉം 2ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 3. ഇവിടെ നിന്നതൊക്കെ തന്നെ കൂട്ടി പഠിക്കുക കേട്ടോ, ഇങ്ങനെ കൂട്ടി ശീലിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ താഴെ എഴുതി കൂട്ടുമ്പോഴത്തേനൊക്കെ സമയം ഒരുപാട് വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കൂട്ടാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ 304 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സംഖ്യ എത്രയാണ്? 304. ഇനി ഇത് ആൻസർ ശരിയാണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം? ഈ 304 എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. 304ന്ന് 126 കുറച്ച് കഴിഞ്ഞാൽ 178 കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കറക്റ്റ് ആവുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ഒരു സംഖ്യയിൽ നിന്ന് എന്ന് പറയുമ്പോൾ അറിയാത്ത സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. 126 കുറച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ -126, 178 കിട്ടി എന്ന് പറയുമ്പോൾ സമം 178 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? എക്സിനെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് സംഖ്യകളെയൊക്കെ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി, 304 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക. 4 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100 മാർക്കും ആയേനെ. അപ്പോൾ എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത്? അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ നമുക്ക് എക്സ് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം എടുത്തത് കേട്ടോ. അപ്പോൾ നോക്കുക, 4 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ, അപ്പോൾ ഇപ്പോൾ എത്രയോ മാർക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട് അല്ലേ. പരീക്ഷ എഴുതിയിട്ട് നമുക്ക് എത്രയോ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 4 മാർക്കും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 100 മാർക്കും ആയേനെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയ മാർക്കിനോടൊപ്പം ആ 4ഉം കൂടെ ചേരുമ്പോൾ 100 ആവണമെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം? 96 മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം അല്ലേ. 96 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 മാർക്കും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് 100ൽ 100 ആയേനെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് മൈൻഡിൽ കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ എക്സ് വെച്ചിട്ട് ചെയ്യുന്നത്? എക്സിൻ്റെ ഇക്വേഷൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? 4 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ
അല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് ആയേനെ. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എക്സ് ആണ്. ആ എക്സിനോട് 4 മാർക്കും കൂടി കൂട്ടിയിരുന്നെങ്കിൽ എത്രയായേനെ? 100 മാർക്ക് ആയേനെ. ഇങ്ങനെയല്ല അത് എഴുതുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഇപ്പോഴത്തെ എക്സ് ആണ്. അതിനോടൊപ്പം 4 മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ, അപ്പം അതിൻ്റെ കൂടെ കൂടുകയാണ്. അപ്പം എക്സിനോടൊപ്പം 4 കൂടെ കൂട്ടിയിരുന്നെങ്കിൽ 100 ആയേനെ എന്ന് പറയുമ്പോൾ സമം 100. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില, ഇപ്പോഴത്തെ മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുക? എക്സിനെ ഒരു ഭാഗത്ത് നിർത്തുക, എന്നിട്ട് ബാക്കിയുള്ള സംഖ്യകളെ മുഴുവൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എക്സിനെ എവിടെ നിർത്താം? എക്സിനെ എവിടെ നിർത്തി. ഈക്വൽ സൈൻ എവിടെയുണ്ട്? അവിടെ തന്നെയുണ്ട്. അപ്പുറത്ത് കിടക്കുന്ന 100 അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ +4 എന്നുള്ളതിനെ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്തായിട്ട് മാറും? -4 മാറും. പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം -4 മാറും അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 100 - 4. 100ൽ നിന്ന് 4 പോയി എത്രയാണ്? 96. വളരെ ഈസി ആയിട്ട് നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നറിയണ്ടേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക് എക്സ് ആണെന്ന് കരുതുക. അതിനോടൊപ്പം 4 കൂടെ കൂട്ടിയിരുന്നെങ്കിൽ 100 ആയേനെ. ആ ഒരു രീതിക്കാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. x + 4 = 100. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 96. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ് വെച്ചിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ഇക്വേഷൻ എഴുതാൻ ഒന്ന് വായിച്ച് അതുപോലെ എഴുതുക. then എന്ത് ചെയ്യുക? എക്സിനെ ഒരു സൈഡിൽ നിർത്താം, ബാക്കിയുള്ളതിലേക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകുക, സോൾവ് ചെയ്യുക. നമുക്ക് എക്സിൻ്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കാം, ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയാണ് ഹരിച്ചത്? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക? ഒരു സംഖ്യയെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടൈപ്പിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും ഈസി ആയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഈസി ആയിട്ടുള്ളത് ചെയ്ത് കുറച്ചുകൂടെ ടഫായിട്ടുള്ളത് ചെയ്യുക. ആ ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നോക്കാം, ഒരു സംഖ്യയെ എന്ന് പറയുമ്പോൾ എന്തെടുക്കണം? ഒരു സംഖ്യ നമുക്കറിയില്ല, അപ്പോൾ നമ്മളത് എക്സ് ആയിട്ട് എടുക്കണം. ഒരു സംഖ്യയെ, അപ്പോൾ എക്സിനെ അല്ലേ, ഒരു സംഖ്യ എക്സ് ആണ്. അതിനെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ, 21 കൊണ്ട് ഹരിച്ചപ്പോൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? ഒരു സംഖ്യ അറിയില്ല, എക്സ് ആയിട്ട് എടുത്തു. 21 കൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 756 കിട്ടി. എന്തോ കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സമചിഹ്നം ഇടുക. എത്രയാണ് കിട്ടിയത്? 756 കിട്ടിയത്. അത് സമത്തിൻ്റെ അപ്പുറത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. സംഖ്യ എത്രയാണ്? അപ്പോൾ ഇക്വേഷൻ നമ്മൾ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിനെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് സംഖ്യകളെ മുഴുവൻ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിനെ ഇവിടെ നിർത്തി, എന്നിട്ട് എന്ത് ചെയ്യണം? സമം എന്ന് പറയുന്നത് അവിടെ തന്നെയുണ്ട്, 756 അവിടെയുണ്ട്. അവിടെ കിടക്കുന്ന ആളെ അവിടെ തന്നെ നിർത്തുക, ഇവിടെയുള്ള ആളെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഇവിടെ ഹരിക്കണം 21 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഹരണം ഗുണനമായിട്ട് മാറും. നമ്മൾ പറഞ്ഞു സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, ഗുണനം ഹരണമാവും, ഹരണം ഗുണനമാവും അല്ലേ? അപ്പോൾ ഇവിടെ ഹരണമാണ്, അത് ഗുണനമായിട്ട് മാറും. ഗുണിക്കണം 21 എന്നായിട്ട് മാറി. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 756 × 21 ചെയ്താൽ മതി. ഇനി ഇങ്ങനെ വലിയ സംഖ്യകൾ രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ ഗുണിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ടൈം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് സെക്കൻഡിനുള്ളിൽ എങ്ങനെയാണ് ഗുണിക്കുക? ഇങ്ങനെ വലിയ സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കിങ്ങനെ വലിയ സംഖ്യകളൊക്കെ ഗുണിക്കാൻ വേണ്ടി തരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കുമ്പോൾ നമുക്ക് ടൈം കുറേ കൂടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് നോക്കുക, ഇവിടെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? 756 നമ്മളൊന്നും ചെയ്യുന്നില്ല. 21 നമുക്ക് 20 + 1 എന്ന് എഴുതാം അല്ലേ? 20 + 1 ആണ് 21. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി നമുക്ക് ഗുണനം ഈസിയായി. എങ്ങനെയാണ്? 756 21 ഗുണിക്കുന്നതിന് പകരം 756 20 കൊണ്ട് ഗുണിക്കുക. 20 കൊണ്ട് ഗുണിക്കുമ്പോൾ വളരെ ഈസി അല്ലേ? 0 മാറ്റി 2 കൊണ്ട് ഗുണിച്ച് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? then 756 1 കൊണ്ട് ഗുണിക്കുക, 756 തന്നെ കിട്ടും. എന്നിട്ട് അത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ അത് ഗുണിക്കുന്നതിനേക്കാളും ഈസിയാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരുപാട് ലെങ്ത് ആയിട്ട് തോന്നുന്നതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, 756 എങ്ങനെയാണ്? 2 കൊണ്ട് ഗുണിക്കുക അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഗുണിക്കാം. അങ്ങനെ ഗുണിച്ച് ശീലിക്കുമ്പോൾ അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കുക, 6 2
12 2 കൊണ്ടാണ് കേട്ടോ ഗുണിക്കുന്നത്. എന്നിട്ട് 0 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ 6 2 12 2 ബാലൻസ് എത്രയുണ്ട്? 1 ബാലൻസ് ഉണ്ട്. ഇനി 5 2 10 ഈ 1 ബാലൻസും കൂടെ ചേരുമ്പോൾ എത്രയാണ്? 1. അപ്പോൾ 10ഉം 1ഉം 11. 11ന് 1 വീണ്ടും ബാലൻസ് എത്രയുണ്ട്? 1 ഉണ്ട്. 7 2 14 14ഉം ഈ ബാലൻസും കൂടെ ചേരുമ്പോൾ 15 1512. ഓർമ്മയില്ലാതെ ഇത് തന്നെ എഴുതി വെച്ച ആൻസർ തെറ്റും. നമ്മളിപ്പോൾ 756നെ 2 കൊണ്ടാണ് ഗുണിച്ചത്. ഇവിടെ ഒരു 0 കിടപ്പുണ്ട്. അപ്പോൾ ആ 0 ഇവിടെ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ആൻസർ ആയോ? ഇല്ല. പ്ലസ് എന്തുകൂടി ഉണ്ട്? ഇവിടെ 1 ഉണ്ട് അല്ലേ? ആ 1നെയും 756 കൊണ്ട് ഗുണിക്കണം. 756 ഇൻറ്റു 1 എത്രയാണ്? 756 തന്നെ. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഈസി അല്ലേ? അപ്പോൾ ഇത് കൂട്ടാം. 6 5ഉം 2ഉം 7 7 1ഉം 8 5 1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ കുറേ സ്റ്റെപ്പ് എഴുതി ഗുണിക്കുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടൈം ഒരുപാട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, അത് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എത്രയേ ഉള്ളൂ? ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ, ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ അറിയാത്ത സംഖ്യയാണ്, നമ്മളപ്പോൾ എക്സ് ആയിട്ട് എടുക്കണം. എക്സിനെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ അല്ലേ, എക്സിനെ ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ എക്സിനെ ഒരു ഭാഗത്ത് നിർത്തി. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സിനെ ഒരു ഭാഗത്ത് നിർത്താം, സംഖ്യകളെയൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക, സോൾവ് ചെയ്യുക. നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അടുത്തത്, ഒരു സംഖ്യയോട് അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ 111 കിട്ടി. സംഖ്യ എത്രയാണ്? ഒരു സംഖ്യയോട് എന്ത് ചെയ്യണം? ഒരു സംഖ്യ എന്നുള്ളത് എക്സ് ആയിട്ട് എടുക്കണം. നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു സംഖ്യയോട് എക്സ് ആയിട്ട് എടുത്തു. എന്ത് കൂട്ടിയപ്പോൾ? അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ. അപ്പോൾ ഒരു സംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയില്ല, അതിൻ്റെ പകുതിയോട് എന്ന് പറയുമ്പോൾ എത്രയാണ് കൂട്ടേണ്ടത്? അങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഇപ്പോൾ 10ൻ്റെ പകുതി എത്രയാണ്? 5 നമുക്കറിയാം. 10ൻ്റെ പകുതിയാണ്. ശരിക്കും നമ്മൾ എന്താ ചെയ്യുക? 10ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10/2 ആണ് അല്ലേ? 10/2 ആണ് 5. 20ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 20/2 ആണ്. 100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 100/2 ആണ്. 1000ൻ്റെ പകുതി എത്രയാ? 1000/2 ചെയ്താലാണ് പകുതി കിട്ടുക അല്ലേ? അപ്പോൾ ഏതൊരു സംഖ്യയും പകുതി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ÷ 2 ചെയ്യണം. അത് നമുക്കറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ എക്സിൻ്റെ പകുതി എത്രയാണ്? എക്സിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ എക്സിൻ്റെ പകുതി എന്ന് പറയുന്നത് x/2 ആണ് അല്ലേ? 10ൻ്റെ പകുതി 10/2, 20ൻ്റെ പകുതി ആണെങ്കിൽ 20/2, 1000ൻ്റെ പകുതി ആണെങ്കിൽ 1000/2. അപ്പോൾ എക്സിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ x/2. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സംഖ്യയോട്, സംഖ്യ അറിയില്ല, എക്സ് ആയിട്ട് എടുത്തു, അതിൻ്റെ പകുതി, അതായത് ഈ സംഖ്യയുടെ തന്നെ പകുതി, അതായത് എക്സിൻ്റെ പകുതി x/2. ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഒരു സംഖ്യയോട്, എക്സിനോട് അതിൻ്റെ പകുതി, അതായത് x/2 കൂട്ടിയപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്ലസ് അല്ലേ? കൂട്ടിയപ്പോൾ എക്സിനോട് എക്സിൻ്റെ പകുതി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 111 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിനെ സോൾവ് ചെയ്യുക വളരെ ഈസിയാണ്. എങ്ങനെയാണ്? ഇവിടെ എക്സ്, ഇവിടെ x/2. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 5 എന്ന് പറയുന്നൊരു നമ്പർ ആണെങ്കിൽ അതിൻ്റെ താഴെ ÷ 1 ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ? 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ÷ 1 അതിൻ്റെ താഴെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ /1 ഉണ്ട് അല്ലേ? x/1 എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, അവിടെ വാല്യൂവിന് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ x/1 + x/2 എന്നായിട്ട് മാറി. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഭിന്നസംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? ഇങ്ങനെ ചെയ്യാം അല്ലേ? ആദ്യം x/2 ആണ്. അപ്പോൾ 2x + 1x 1x അല്ലേ? 2x 2x, 1x 1x. അപ്പോൾ 2x ഇവിടെ സെൻറ്ററിൽ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ടു. അപ്പോൾ 2x 2x + 1x x ഹോൾ ഡിവൈഡഡ് ബൈ 1 × 2 2. അപ്പോൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക കേട്ടോ. = 111 അവിടെ തന്നെ ഉണ്ട് അല്ലേ?
ഇനി എന്ത് ചെയ്യാം, 2x പ്ലസ് എക്സും 2x ഒരു എക്സും കൂടെ കൂട്ടിയാൽ രണ്ടും ഒന്നും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 3 അപ്പം 2x ഒരു എക്സും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 3x. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 3x ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 111. ഓക്കെ, അപ്പോൾ 3x ബൈ 2 ഈസ് ഈക്വൽ ടു 111. അങ്ങനെയാണെങ്കിൽ 3x നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിൻ്റെ വാല്യൂ, എക്സിൻ്റെ ടേമൊക്കെ ഒരു ഭാഗത്ത് നിർത്തി സംഖ്യകളെയൊക്കെ അപ്പുറത്ത് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേം എന്ന് പറയുമ്പോൾ 3x അവിടെ നിർത്തി, 111 ഇവിടെയുണ്ട്. ഈ ഡിവൈഡഡ് ബൈ 2 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഗുണിക്കണം 2 ആവും അല്ലേ? ഹരണം ഗുണനമായിട്ട് മാറും. അപ്പോൾ 3x എന്ന് പറയുന്നത് 111 ഇൻറ്റു 2 ആണ് അല്ലേ? അപ്പോൾ ഇത് എത്രയാണ് കിട്ടുക? 3x ഇസ് ഈക്വൽ ടു 111 ഇൻറ്റു 2 222. ഇനി ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എക്സ് സമം 222 ഇവിടെയുണ്ട് ഡിവൈഡഡ് ബൈ അല്ലേ? ഇവിടെ 3x എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ആ ഇൻറ്റു എന്നുള്ളത് സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് ഡിവൈഡഡ് ബൈ 3 ആയിട്ട് മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് ഹരിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഹരിക്കുന്നവർക്ക് ഹരിക്കാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വെട്ടിച്ചെറുതാക്കാനും പറ്റും. എങ്ങനെയാണ്? 3 3 എത്ര പ്രാവശ്യം പോകും? ഒരു തവണ പോകും. 22 3 എത്ര പ്രാവശ്യം പോകും? എങ്ങനെയാണ് നോക്കുക? പട്ടിക ചൊല്ലി നോക്കുക അല്ലേ? 6 3 18, 7 3 21. പിന്നെ അത് കഴിയുമ്പോഴേക്കും 8 3 24 ആവും. അപ്പോൾ 22 എത്ര പ്രാവശ്യം പോകും? 7 തവണ. ഇത് വെട്ടിച്ചെറുതാക്കാൻ അറിയാത്തവർക്കും നമ്മൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മൾ വീഡിയോ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ 7 3 21 ആണ്. ബാക്കി എത്രയുണ്ട്? 1 ഉണ്ട്. ആ ബാലൻസ് എവിടെ പോയി കിടക്കും? ഇവിടെ കിടക്കുന്ന 2ൻ്റെ അടുത്ത് പോയി കിടക്കും. അപ്പോൾ അത് എത്രയായി? 2 എന്നുള്ളത് 12 ആയിട്ട് മാറി. ഇനി 12 എത്ര പ്രാവശ്യം 3 പോകും? 4 തവണ പോകും. 4 3 ആണ് 12. അപ്പോൾ 4. അപ്പോൾ 7 4 അല്ലേ? 74. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 74 എന്ന് കിട്ടി. ഇനി ഇത് കറക്റ്റ് ആണോ നമുക്ക് കിട്ടിയതെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ എക്സിൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അതായത് എക്സ് അല്ലേ 74 പ്ലസ് 74/2 അല്ലേ? അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 74 ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സംഖ്യയോട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്ത സംഖ്യ എക്സ് ആയിട്ട് കരുതുക. ദെൻ ഇക്വേഷൻ ഉണ്ടാക്കുക. ഇക്വേഷൻ ഉണ്ടാക്കലാണ് മെയിൻ പരിപാടി. ഓക്കെ, അത് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം തെറ്റിപ്പോവും. അപ്പോൾ കറക്റ്റായിട്ട് എഴുതാം. ഒരു സംഖ്യ എക്സ്, എക്സിനോട് എക്സിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ x/2 കൂട്ടിയപ്പോൾ എന്ന് പറയുമ്പോൾ പ്ലസ് ഇടുക. എത്ര കിട്ടി എന്ന് പറയുമ്പോൾ സമം അത്രയും, അതായത് 111 കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് x/2 സമം 111 എന്ന് കിട്ടി. പിന്നെ എന്ത് ചെയ്യുക? എക്സിനെയൊക്കെ ഒരു ഭാഗത്ത് നിർത്തി സംഖ്യകളെയൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? x ഈസ് ഈക്വൽ ടു 74 എന്ന് നമുക്ക് കിട്ടി. അടുത്തത് നോക്കുക. ഒരു സംഖ്യയുടെ 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101 കിട്ടി. സംഖ്യ ഏതാണ്? നമ്മൾ എപ്പോഴും ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം? അറിയാത്ത സംഖ്യയെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നോക്കുക, ഒരു സംഖ്യയുടെ അറിയില്ല, അപ്പോൾ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഒരു സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കറക്റ്റായിട്ട് എഴുതാൻ അറിഞ്ഞാലാണ് നമുക്ക് ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. അതായത് എക്സിനോട് 2 ഗുണിക്കുക. നമ്മൾ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സംഖ്യയുടെ 2 മടങ്ങിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ എക്സ് ആണ്, അതിൻ്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ അതിനോട് 2 ഗുണിക്കുക. അപ്പോൾ 2x ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x. 2xൽ നിന്നും എത്ര കുറയ്ക്കുമ്പോൾ? 3 കുറച്ചപ്പോൾ, ഒരു സംഖ്യയുടെ 2 മടങ്ങിൽ നിന്നും 3 കുറച്ചപ്പോൾ എത്ര കിട്ടി? 101 കിട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഒരു സംഖ്യ, ആ സംഖ്യയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x, അതിൽ നിന്ന് 3 കുറച്ചപ്പോൾ എന്ന് പറയുമ്പോൾ -3, 101 കിട്ടി സമം 101. സംഖ്യ എത്രയാണ്? ഇനി നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. എന്ത് ചെയ്യുക? എക്സിന് ഒരു ഭാഗത്ത് നിർത്തുക അല്ലേ? എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 2x അല്ലേ? 2xന് ഇവിടെ നിർത്തി, സമം അവിടെ തന്നെയുണ്ട്, 101 അവിടെ തന്നെയുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ -3 അപ്പുറത്തോട്ട് പോകണം. -3 അങ്ങോട്ട് പോകുമ്പോൾ എത്രയാവും? +3 ആവും അല്ലേ? മൈനസ് സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 101 + 3 എത്രയാ? 104. എത്രയാണ് 104?
2x എന്ന് പറയുന്നതാണ് 104. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്യണം? എക്സിന് ഇവിടെ നിർത്തുക. സമം ഇവിടെയുണ്ട് 104. ഈ ഇവിടെ 2x എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു 2 ഇൻറ്റു എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റു എന്ന് പറയുന്നത് സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ 104/2 മാറും അല്ലേ? അപ്പോൾ 104/2 ആണ്. ഇനി ഇതിനെന്ത് ചെയ്യാം? നമുക്ക് വെട്ടിച്ചെറുതാക്കാം. അപ്പോൾ 2ൽ 2 ഒരു തവണ അല്ലേ? ഇവിടെ 10 ഉണ്ട്. 10ൽ 2 എത്ര തവണ പോകും? 5. 5 2 10. അപ്പോൾ ഇവിടെ 5. ഇവിടെ 4 ഉണ്ട്. 4ൽ 2 എത്ര തവണ പോകും? 2 തവണ. അപ്പോൾ ഇവിടെ 2. അപ്പോൾ 52 എന്ന് നമുക്ക് ആൻസർ കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 52 എന്ന് കിട്ടി. വളരെ ഈസി അല്ലേ? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ എഴുതി വയ്ക്കാം. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ എക്സ് എടുക്കുക, അതിനോട് ഇത്ര കുറച്ചു എന്ന് പറയുമ്പോൾ മൈനസ് ആ സംഖ്യ, അല്ലെങ്കിൽ ഇത്ര കൂട്ടി എന്ന് പറയുമ്പോൾ പ്ലസ് ആ സംഖ്യ, ഇത്ര കിട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? സമം ആ നമ്പർ എത്രയാണോ അത്. ആ ഒരു രീതിയിൽ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി എഴുതുക. ഇനി 2 മടങ്ങ് 3 മടങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത്രയും ഗുണിക്കുക. 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x, 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x, 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10x. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ എക്സിന് ഒരു ഭാഗത്ത് നിർത്തുക, സംഖ്യകളെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക, ആൻസർ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കുക, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 25 മീറ്ററും ഒരു വശം 5 മീറ്ററും ആണ്. മറ്റേ വശം എത്രയാണ്? അപ്പോൾ ഇവിടെ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അവിടെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാലാണ് ഇത് ചെയ്യാൻ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ അറിയണം. എന്താണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്? ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ? 2 ഇൻറ്റു നീളം പ്ലസ് വീതി, 2 ഇൻറ്റു എൽ പ്ലസ് ബി, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എന്തെന്ന് പറയുന്നത്? ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. 2 ഇൻറ്റു എൽ പ്ലസ് ബി, ഇത് അറിഞ്ഞിരിക്കണം. ഇനി ഇതിലെന്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 25 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 25 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഒരു വശം എന്നേ പറഞ്ഞിട്ടുള്ളൂ, നീളമാവാം വീതിയാവാം അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വശം 5 മീറ്റർ, അതായത് ഇതിൽ ഏതിലോ ഒന്നിലോ 5 നമുക്ക് കൊടുക്കാം. മറ്റേ വശം എത്രയാണ്? അപ്പോൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് 25 ആണ് അല്ലേ? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി, അത് 25 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം 5 മീറ്റർ എന്ന് പറയുമ്പോൾ ഏതിലെങ്കിലും ഒന്നിന് 5 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എല്ലിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 5 പ്ലസ് ബി സമം 25. ഒരു വശം 5 ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു വശത്തിന് 5 ഇട്ട് കൊടുത്തു. ഇനി മറ്റേ വശം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിയുടെ ടേം ഇവിടെ നിർത്തുക അല്ലേ? അപ്പോൾ 5 പ്ലസ് ബി എന്ന് പറയുന്നതാണ് ബിയുടെ ടേം, അതവിടെ നിർത്തി. ഇനി 25 എന്തുണ്ട്? ഇവിടെ തന്നെയുണ്ട്. ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ ഇൻറ്റു ആണ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ 25/2 എത്രയാണ്? 25ൻ്റെ പകുതി എത്രയാണ്? 12.5. ഇത് പകുതി കാണാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്കറിയാം 24ൻ്റെ പകുതി എത്രയാണ്? 12. പിന്നെ 25 ആവണമെങ്കിൽ 1 വേണം. 1ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.5 ആണ്, അര അല്ലേ? അപ്പോൾ 12.5 12.5 ആണ് 25ൻ്റെ പകുതി കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ 12.5 ആണ് 25ൻ്റെ പകുതി. ഇനി 5 പ്ലസ് ബി എന്ന് പറയുന്നതാണ് 12.5. അങ്ങനെയാണെങ്കിൽ ബി എത്രയാണ്? ബി സമം 12.5 ഇവിടെ ഉണ്ട്. ഇവിടുത്തെ +5 അല്ലേ? ഇവിടെ ചിഹ്നം ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ എന്താണ് അർത്ഥം? അത് പ്ലസ് ആണെന്നാണ്. അപ്പോൾ ഈ +5 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -5 ആവും. അപ്പോൾ 12.5 നിന്ന് 5 പോയ 12.5 നിന്നും 5 പോയ എത്രയാണ്? 7.5 അല്ലേ? 7.5. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയത് ബി. മറ്റേ വശം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മറ്റേ വശം എത്രയാണ്? 7.5 മീറ്റർ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമുക്ക് ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. അത് സമം 25 മീറ്റർ ആണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു വശം 5 മീറ്റർ, അപ്പോൾ അതിൽ ലെങ്ത് ആവാം ബ്രെഡ്ത്ത് ആവാം. ഒന്നിന് നമ്മൾ 5 കൊടുത്തു, നമ്മൾ സോൾവ് ചെയ്തു, നമ്മുടെ ആൻസർ നമുക്ക് 7.5 എന്ന് കിട്ടി.
അപ്പോൾ ചുറ്റളവ്, വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാം പഠിച്ചിരിക്കണം. ചതുരം, ത്രികോണം, വൃത്തം, അതിൻ്റെ എല്ലാം, സമചതുരം, അതിൻ്റെ എല്ലാം തന്നെ നമ്മൾ എന്താണ് മട്ടത്രികോണം, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ ആദ്യം ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു കോഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോവുകയാണ്. ഒരു ഓർഡറിൽ പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ അതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ പഠിച്ച് വെക്കുകയുള്ളൂ. അപ്പോൾ മാത്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കുക, അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ ഇവിടെ അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? എക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. വേറെയും വഴികളുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയതുകൊണ്ട് എക്സ് വെച്ച് എങ്ങനെ ചെയ്യാം. അപ്പോൾ അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുവാണ് 1, 2, 3. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4 നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്. അപ്പോൾ 1, 2, 3 ഈ സംഖ്യകൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് എഴുതുക? ഇത് 1 അല്ലേ. 1നോട് എത്ര കൂട്ടുമ്പോഴാണ് 2 ആവുക? 1നോട് പ്ലസ് 1 കൂട്ടുമ്പോൾ 2 ആയി അല്ലേ. ഇനി 3 ആവണമെങ്കിലോ ഈ 1നോട് എത്ര കൂട്ടണം? ഇവിടെ 1 കൂട്ടി, ഇവിടെ 1 കൂട്ടി. അപ്പോൾ എത്രയായി? 2 കൂട്ടുമ്പോഴാണ് 3 ആവുന്നത് അല്ലേ. അപ്പോൾ ഇത് 1 1 പ്ലസ് 1 ഇത്, 1 പ്ലസ് 2 ആണിത്. ഇനി അടുത്തത് വരുമ്പോൾ എത്രയാവും? 1 പ്ലസ് 3 ആവും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എണ്ണൽ സംഖ്യകൾ പോകുന്നത്. അത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇവിടെ അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ നമുക്കറിയത്തില്ല ഏത് സംഖ്യകളാണ്. ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് ആയിട്ട് എടുത്താൽ അടുത്ത എണ്ണൽ സംഖ്യ ഏതായിരിക്കും? അടുത്ത എണ്ണൽ സംഖ്യ ഇപ്പോൾ ഇത് 1 ആണെങ്കിൽ അടുത്തത് 1 പ്ലസ് 1 ആണ് 2 അല്ലേ. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ അടുത്ത സംഖ്യ എന്താണ്? എക്സിനോട് 1 കൂട്ടുന്നതായിരിക്കും. ഇനി അടുത്ത സംഖ്യ എത്രയായിരിക്കും? ഇത് 1 ആണെങ്കിൽ 1നോട് 1 കൂട്ടി, ഇവിടെ എത്രയാണ്? 1നോട് 2 ആണ് കൂട്ടേണ്ടത്. അടുത്തത് 4 കിട്ടണമെങ്കിൽ 1നോട് 3 കൂട്ടണം അല്ലേ. 5 കിട്ടണമെങ്കിൽ 1നോട് 4 കൂട്ടണം. അപ്പോൾ എക്സിനോട് 1 കൂട്ടി, അടുത്ത സംഖ്യ എത്രയായിരിക്കും? എക്സിനോട് 2 കൂട്ടുന്നതായിരിക്കും. ഇനി അടുത്ത 4 എണ്ണൽ സംഖ്യകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സിനോട് 3 കൂട്ടുന്നതും കൂടെ എഴുതി വെക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകൾ വരിക. ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്തത് എന്താണ്? എക്സ് പ്ലസ് 1, അടുത്തത് എക്സ് പ്ലസ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് 3 എണ്ണൽ സംഖ്യകൾ കിട്ടി. ഇനി എന്താണ്? ഈ 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 തന്നിട്ടുണ്ട്. തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ, അതായത് എക്സിനോട് ഇത് കൂട്ടി, എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 അല്ലേ. ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ അതാണ് തുക. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 എന്ന് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തുക 36 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണൽ സംഖ്യകളുടെ തുക അപ്പോൾ നമ്മൾ എഴുതി എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 36. ഓക്കെ, അപ്പോൾ ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് തുക. അത് 36 ആണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി അല്ലേ, എക്സ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിവിടെ എക്സ് ഒക്കെ കുറേ എക്സുകളുണ്ട്. അപ്പോൾ എക്സിനെയൊക്കെ ഒരുമിച്ചാക്കാം, നമ്പറിനെയൊക്കെ ഒരുമിച്ചാക്കാം. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെക്സും 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 3 എക്സ് കൂട്ടുമ്പോൾ എന്താണ്? 3 എക്സ് തന്നെ അല്ലേ. ഇതൊരു എക്സ്, ഇതൊരു എക്സ്, ഇതൊരു എക്സ്. അപ്പോൾ എത്രയായി? 3 എക്സ് ഉണ്ട്. പ്ലസ് ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 1ഉം 2ഉം കൂടെ കൂട്ടി എത്രയാ? 3. അപ്പോൾ 3x പ്ലസ് 3 എന്ന് പറയുന്നതാണ് 36. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലാണ് നമുക്ക് 3 എണ്ണൽ സംഖ്യകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ ടേം ഇവിടെ നിർത്തണം. ഏതാ എക്സിൻ്റെ ടേം? 3x ആണ് അല്ലേ. അപ്പോൾ 3x എന്ന് പറയുന്നത് ഇവിടെ നിർത്തി, 36 എന്ന് പറയുന്നത് അവിടെ തന്നെയുണ്ട്. ഇനി ഇവിടുത്തെ പ്ലസ് 3 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -3 ആവും. അപ്പോൾ 36 3 പോയി കഴിഞ്ഞാൽ എത്രയാ? 33 അല്ലേ. അപ്പോൾ 3x എന്ന് പറയുന്നത് 33 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാ? 33 ഇവിടെ ഉണ്ട്. 3x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ്. അപ്പോൾ ഈ 3 ഇൻറ്റു എന്ന് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. 33/3 എത്രയാണ്? 3ൽ 3 ഒരു പ്രാവശ്യം, ഇവിടെ ഒരു പ്രാവശ്യം, 11 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എക്സ് എന്ന് പറയുന്നതാണ് 11. സംഖ്യകൾ ഏതൊക്കെ എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ എണ്ണൽ സംഖ്യയാണ് എക്സ് അല്ലേ. അത് 11 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആൾ ആരാണ്? എക്സ് പ്ലസ് 1. അതായത് 11നോട് 1 കൂട്ടുമ്പോൾ 12, അടുത്ത ആൾ 12നോടൊപ്പം 1 കൂട്ടുമ്പോൾ 13 അല്ലേ. അടുത്തടുത്ത എണ്ണൽ സംഖ്യകളാണ്. ആദ്യത്തെ ആൾ 11 ആണെങ്കിൽ അടുത്ത ആൾ 12, അടുത്ത ആൾ 13. അപ്പോൾ 3 എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 11, 12,
13 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 11, 12, 13 എന്നുള്ളതാണ് നമ്മുടെ എണ്ണൽ സംഖ്യകൾ. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ 3 എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം അല്ലേ. 1, 2, 3 അങ്ങനെ പോകുന്നതാണ് എണ്ണൽ സംഖ്യകൾ. അപ്പോൾ ആദ്യത്തെ സംഖ്യയോട് 1 കൂട്ടുന്നതാണ് അടുത്തത്, അടുത്തതിനോട് 2 കൂട്ടുന്നതാണ് അടുത്തത്. അങ്ങനെ അത് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇക്വേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള പ്രോബ്ലംസ് SCRT ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് PSCയുടെ ബുക്കുകളിലും അങ്ങനെ എല്ലാത്തിലും കാണാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ വായിക്കുന്ന എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ഇതുപോലെ എക്സിൻ്റെ രൂപത്തിൽ നമുക്ക് ആക്കി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾ തന്നെ വായിച്ച് ഇതുപോലെ ഇക്വേഷൻ എഴുതാനായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് കണക്ക് എപ്പോഴും ചെയ്താണ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ അധികം പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ബാക്കി അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? അപ്പോൾ ഇത് കുറച്ച് വായിക്കുമ്പോൾ അല്ലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം പോലെ തോന്നും, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ശ്രദ്ധിക്കുക. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ അപ്പുവിൻ്റെ പ്രായം നമുക്കറിയത്തില്ല അല്ലേ. അപ്പോൾ അപ്പുവിൻ്റെ പ്രായം നമുക്കിപ്പോൾ എന്തായിട്ട് എടുക്കാം? അപ്പു എ എന്ന് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അപ്പു എന്ന് തന്നെ എഴുതാം, എ ആയിട്ട് എടുക്കാം. അപ്പുവിൻ്റെ പ്രായം എക്സ് ആണ്. ഓക്കെ, അപ്പുവിൻ്റെ പ്രായം എത്രയാണ്? എക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പ്രായം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അപ്പുവിൻ്റെ പ്രായം എക്സ് ആണെങ്കിൽ അമ്മയുടെ പ്രായം എത്രയാണ്? അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്. അപ്പുവിൻ്റെ പ്രായം എക്സ് ആണ്, അതിൻ്റെ 9 മടങ്ങ് എന്ന് പറയുമ്പോൾ 9x. മനസ്സിലായോ? അപ്പുവിൻ്റെ പ്രായം എക്സ് ആയിട്ട് എടുത്തു. അപ്പുവിൻ്റെ പ്രായം നമുക്ക് അറിയത്തില്ല, അപ്പോൾ എക്സ് ആയിട്ട് എടുത്തു. നമുക്കിവിടെ എന്താ തന്നിട്ടുള്ളത്? അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്. അപ്പോൾ അപ്പുവിൻ്റെ പ്രായം എക്സ് ആണെങ്കിൽ അമ്മയുടെ പ്രായം എത്രയാണ്? 9 മടങ്ങാണ്. അപ്പോൾ അതായത് 9x ആണ്. ഇത് രണ്ടും എഴുതാൻ ആദ്യം കിട്ടണം. ഇത് എഴുതാൻ മനസ്സിലായല്ലോ? ഓക്കെ, അത് നമ്മൾ എഴുതി. ഇനി 9 വർഷം കഴിയുമ്പോൾ, 9 വർഷം കഴിയാന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 9 വർഷം കഴിയാന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടിക്ക് 9 വയസ്സ് കൂടും അല്ലേ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. 9 വർഷം കഴിയാന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രായത്തോടൊപ്പം എത്ര കൂടും? 9 കൂടും. അപ്പുവിൻ്റെ പ്രായത്തോടൊപ്പം എന്ത് കൂടും? 9 കൂടും അല്ലേ. 9 വയസ്സ് കൂടി. അപ്പോൾ 9 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടിടത്തും 9 കൂട്ടി. ഇത് 3 മടങ്ങായിട്ട് മാറും. ഓക്കെ, ഏത് 3 മടങ്ങായിട്ട് മാറും? ഇത് 3 മടങ്ങായിട്ട് മാറും. അപ്പുവിൻ്റെ പ്രായം എക്സ്, അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്, അപ്പോൾ 9x. ഇനി 9 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ 2 പേരുടെ വയസ്സിൻ്റെ കൂടെ 9 വയസ്സ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ +9 എന്ന് എഴുതി. അത് അത്രയും കഴിയുമ്പോൾ 9 വർഷം കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഇത് 3 മടങ്ങായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്. അപ്പുവിൻ്റെ പ്രായം ഇപ്പോൾ എത്രയാണ്? x+9. അതിൻ്റെ 3 മടങ്ങായിട്ട് മാറുമെന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണെന്നല്ലേ അർത്ഥം. അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങിന് തുല്യമാണ് അമ്മയുടെ പ്രായം. അതായത് ഈ 3 × x+9 എന്ന് പറയുന്നത് അമ്മയുടെ പ്രായം, അതായത് ഇത് അപ്പുവിൻ്റെ പ്രായമാണ്, അതിൻ്റെ 3 മടങ്ങിന് തുല്യമാവും അമ്മയുടെ പ്രായം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. എക്സിൻ്റെ വില കണ്ടുപിടിച്ചാൽ മതി. എക്സിൻ്റെ വില കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പുവിൻ്റെ പ്രായം കിട്ടും. അപ്പുവിൻ്റെ പ്രായം കിട്ടി കഴിഞ്ഞാൽ അമ്മയുടെ പ്രായവും കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 3 ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് x+9. അപ്പോൾ 3 × x 3x പ്ലസ് 3 × 9 27 സമം 9x + 9. ഇനി ഈ എക്സിനെയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ ഇവിടെ 9x ഉണ്ട്. അപ്പോൾ ഈ 3xനെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് കൊണ്ടുപോകാം. 27 ഇവിടെ ഉണ്ട്, അപ്പോൾ ആ 9നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കറക്റ്റ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 27നെ ഇവിടെ നിർത്താം. ഈ 9 ഇങ്ങോട്ട് വരുമ്പോൾ -9 ആയി. സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് എന്താവും? മൈനസ് ആവും. സമം 9x ഇവിടെ ഉണ്ട്. ഈ 3x എന്ന് പറയുന്നത് പ്ലസ് ആണ് അല്ലേ. ഇവിടെ സൈൻ ഇല്ലെങ്കിൽ എന്താണ്? അത് പ്ലസ് ആണ്. +3x സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് -3x ആയിട്ട് മാറി. ഇപ്പോൾ 9x - 3x എത്രയാണ്? 9xൽ നിന്ന് 3x പോയാൽ 6x ആണ്. 6x എന്ന് പറയുന്നത് 27 - 3 27 - 9 എത്രയാണ്? 18.
6x എന്ന് പറയുന്നതാണ് 18 അല്ലേ? 6x എന്ന് പറയുന്നത് 18 അങ്ങനെയാണെങ്കിൽ x എത്രയാ? 18. ഇവിടെ 6x എന്ന് പറഞ്ഞാൽ എന്താ? 6 × x ആണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം 6 എന്നാവും. 18/6 എത്രയാണ്? 3. x = 3. x എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പുവിൻ്റെ പ്രായം അല്ലേ? x എന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായമാണ്. ഇനി അമ്മയുടെ പ്രായം അപ്പോൾ എത്രയായിരിക്കും? അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്, അതായത് 9 3 27. അപ്പുവിൻ്റെ പ്രായം 3, അമ്മയുടെ പ്രായം എത്രയാണ്? 27. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ വളരെ ഈസിയാണ്. ഇത് എഴുതുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് എഴുതാൻ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുക? ശ്രദ്ധിച്ച് നോക്കുക. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്. അപ്പോൾ അവിടെ അപ്പുവിൻ്റെ പ്രായം വെച്ചിട്ടാണ് അമ്മയുടെ പ്രായം പറയുന്നത്. അപ്പോൾ അപ്പുവിൻ്റെ പ്രായം നമുക്കറിയോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ x ആയിട്ട് എടുത്തു. അപ്പുവിൻ്റെ പ്രായം x എന്ന് പറയുന്നതാണെങ്കിൽ അമ്മയുടെ പ്രായം അതിൻ്റെ 9 മടങ്ങ്, അതായത് 9x. ഈ 9 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ വയസ്സിൻ്റെ കൂടെ 9 കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ +9. അപ്പോൾ ഇവിടെയും 9 കൂട്ടണം. മകനും 9 വയസ്സ് കൂടും, അമ്മയ്ക്കും 9 വയസ്സ് കൂടും 9 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ് അല്ലേ? 3 മടങ്ങായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് 3 മടങ്ങാവും. അപ്പോൾ ഈ 3 × x + 9. നമ്മളെപ്പോഴും മടങ്ങ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആ സംഖ്യ ചെയ്യാം. 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു. ഓക്കെ, അങ്ങനെ നമ്മൾ സോൾവ് ചെയ്തു. നമുക്ക് എത്ര ആൻസർ കിട്ടി? x = 3 എന്ന് കിട്ടി. x എന്ന് പറയുന്നത് എന്താ? അപ്പുവിൻ്റെ പ്രായം. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പ്രായം 9 × 3, 9 മടങ്ങല്ലേ? അപ്പോൾ 27. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി ഇതിനേക്കാളും ടഫായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ മുന്നേ ചെയ്ത വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മാത്സിൻ്റെ ഈ ക്ലാസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.